ഹേ ഗായ്സ്, അപ്പം നമ്മൾ എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുളമൊന്ന് വറ്റിക്കാൻ പോകാം കേട്ടോ. കുറച്ചായി മീൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്. അപ്പം നല്ല കലക്കുണ്ട് വെള്ളത്തിന്. കലക്കം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആൽഗ് നിറഞ്ഞിട്ട് വെള്ളം മൊത്തം ഒരു പച്ച കളറായിട്ടുണ്ട്, കട്ടും പച്ചയായിട്ടുണ്ട്. നമുക്ക് വെള്ളം മാറ്റണം, പിന്നെ നമ്മുടെ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കരിയിലൊക്കെ മൂടി ആകെ മൊത്തത്തിൽ റിങ്കോരെ കിടക്കുവാണ്, അപ്പം മൊത്തം സെറ്റ് ചെയ്യണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ വലയൊക്കെ അഴിച്ച് മാറ്റി പായലൊക്കെ മാറ്റി സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഉള്ളിൽ ഓസ് ഇട്ടിട്ടുണ്ട്. ആ ഓസിൽ കൂടെ വെള്ളം നേരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഓസ് വെച്ചിട്ട് ഓസിൽ കൂടെയാണ് വെള്ളം കളയുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് മറ്റേ ടൈം എടുത്തായാലും സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പം നമ്മുടെ അടുത്ത വീട് വെച്ചിട്ടുണ്ടെങ്കിൽ കുളത്തിലുള്ള പായലും കാര്യങ്ങളൊക്കെ മാറ്റി ചെടി ഇട്ടിട്ടുണ്ടായി. ഞാൻ ചെടി വാങ്ങിയായിരുന്നു. അപ്പോൾ ആ ചെടി മൊത്തം നശിച്ചു പോയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കിട്ടിയപ്പോൾ ഞാൻ മണ്ണും ചാണകമൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ സംഭവം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ പായലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇതുണ്ടല്ലേ, വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ലേ, നല്ല കലക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിയില്ലെങ്കിലും മീനും പ്രശ്നമാണ്, നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ കൈയോടൊക്കെ മാറ്റിയേക്കാം എന്ന് വെച്ചിട്ടാണ് ദിവസം മൊത്തം അങ്ങ് ഇന്ന് ഹർത്താൽ കൂടെ അല്ലേ. അപ്പോൾ പിന്നെ വേറെ നോക്കിയില്ല, രാവിലെ തന്നെ സംഭവം സെറ്റാക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ വെള്ളം നല്ല കുറയുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞിട്ട് വേണം നമുക്ക് മീനെ മൊത്തം പിടിച്ച് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ പകുതി ആക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക ചെയ്യാറ്. പക്ഷെ മൊത്തം മാറ്റണം അല്ലേ. മീനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മീൻ ഉണ്ടായിരുന്നു, ഒരു 10 മീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു, കുറേ എണ്ണമൊക്കെ ചത്തുപോയി. കാരണം ചൂടും ക്ലൈമറ്റ് ചേഞ്ചിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ കുറച്ചെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്, സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലേ, നമുക്ക് ഒരു ബക്കറ്റിലേക്ക് കിട്ടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5 കാർപ്പും 2 ഗോൾഡൻ ഫിഷും ഉള്ളത്. ഗോൾഡൻ ഉണ്ടല്ലേ, ഒരു കളറൊക്കെ ഉണ്ടല്ലേ. നമ്മൾ അക്കൂറത്തിൽ വളർത്തുവാണെങ്കിൽ ഇവരൊക്കെ നേരത്തെ ചത്തു പോയിട്ടുണ്ടാവും. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ വളർത്തുവാണെങ്കിൽ ഇവർക്ക് ഫിൽറ്ററോ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പായലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുളത്തിലെ വെള്ളം മൊത്തം വരുന്നുണ്ട്. അടി കുറച്ച് ചെളി കിടക്കുന്നുണ്ട്. അപ്പോൾ ചെളി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെറ്റാക്കി നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കട്ട് ചെയ്തതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഈ ലെവലിലേക്ക് വരെ ഞാൻ പൈപ്പ് വെച്ചില്ല, ഈ ലെവൽ വരെ വെള്ളം സെറ്റ് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം കുറച്ച് കുഴി കൂട്ടിയായിരുന്നു. അപ്പോൾ കുഴിക്ക് നിറയണമെങ്കിൽ ഇതിനെ വരുള്ളൂ. പിന്നെ അടുത്ത ഇടിച്ച് നമ്മളെ കല്ലുപ്പ് വാരിയിടുക, വെള്ളം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. കുറച്ച് കല്ലുപ്പും കാര്യങ്ങളൊക്കെ വാരിയിട്ട് എന്നിട്ട് മീൻ ഇടാൻ വേണ്ടിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് വേണം മീനെയൊക്കെ ഒന്ന് ഇറക്കി വിടാൻ. അതുപോലെ നമ്മുടെ പായലും കാര്യങ്ങളും ഇറക്കി വെക്കണം, ചെടിയും കാര്യങ്ങളൊക്കെ കുളത്തിലേക്ക് ഇറക്കി വെക്കണം. കാരണം ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെ സംഭവം സെറ്റാട്ടോ. അപ്പോൾ അടുത്ത വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മീനെ പിടിക്കുക, കുളത്തിലേക്ക് ഇറക്കി വിടുക. അതാണ് അടുത്ത വീട് വെച്ചിട്ടുണ്ടെങ്കിൽ. ഉണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു കാർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഒരേ സമയത്ത് പോയി കാർപ്പാണ്, പക്ഷേ ഇവർ ഫുഡ് എടുക്കുന്ന ഇതായിട്ടനുസരിച്ചാണ് ഇവർ സൈസും കാര്യങ്ങളും മാറ്റം വരുന്നത്. കുറേ എണ്ണം വലുത്, കുറേ എണ്ണം ചെറുത്, അങ്ങനെ ആയി പോയിട്ടുണ്ട്. അത് ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ പോലെയാണ്. ഫുഡെല്ലാം ഒരേപോലെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവർ കഴിക്കുന്ന പോലെ ആയിരിക്കും ഇവരെ വളർച്ച. അതുകൊണ്ടാണ് ഇവർ കുറേ എണ്ണം വലുതും കുറേ എണ്ണം ചെറുതായി പോയേക്കുന്നത്. അപ്പോൾ അല്ലേ, ഓരോ വൈറ്റും നല്ല മിൽക്കി വൈറ്റ് പോലത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ എണ്ണം ചത്തുപോയി, ചൂട് കാരണം തോന്നും. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് മീനെ വാങ്ങണം. അതൊന്ന് വേനൽക്കാലം ഒന്ന് കഴിഞ്ഞിട്ട് വേണം കുറച്ചൊരു മീനെ വാങ്ങി ഇറക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം കുറച്ചൊരു മീനൊന്ന് വാങ്ങി ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ അധികം ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഫുൾ ടൈം ഇട്ട് കൊടുക്കാറില്ല. അത്യാവശ്യം വേണ്ടി 1-2 ദിവസം ഇട്ട് കൊടുക്കും, പിന്നെ ഞാൻ ഓഫായി കൊടുക്കാറില്ല. ഞാൻ അധികം പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഫിൽറ്റർ ഞാൻ ഓണായി കൊടുക്കാതെ കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി വിടുന്നുണ്ട്. ഉണ്ടല്ലേ, നമ്മൾ വലയൊക്കെ സെറ്റ് ചെയ്തു, പഴയ വെട്ടം ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഫിൽറ്റർ മൊത്തം ചെളി ഉണ്ടല്ലേ, ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ആ കുളത്തിലെ വെള്ളം അങ്ങനെ വലിച്ചെടുത്തിട്ട് ഫിൽറ്ററിൻ്റെ കോലം കാണുന്നത് ഫുൾ അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി, വീഡിയോ കാണിച്ചില്ലെന്നുള്ളൂ, കുറച്ച് ടൈം എടുത്ത് ഞാൻ കഴുകി കല്ലൊക്കെ വൃത്തിയാക്കി ഉള്ളിൽ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അത് കുളത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ മോട്ടറൊക്കെ ഓണാക്കി ഉണ്ട്, വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന വെള്ളം കുറച്ച് കലക്കുണ്ടാവും, എന്നാലും കുഴപ്പമുണ്ടാവില്ല. ആ കലക്കൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം സെറ്റായിക്കോളും. അപ്പോൾ വെള്ളം അങ്ങനെ പൊന്തി നമ്മുടെ പൈപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറത്തേക്കുള്ള പൈപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് കുളത്തിലേക്ക് വെള്ളം വീഴുന്ന ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പം വീഴും. അങ്ങനെ വീണൊരു കുറ്റിറ്റായി വീണിരിക്കുന്നു. കണ്ടില്ലേ, വെള്ളം വീഴുന്നുണ്ട്. സംഭവം സെറ്റായിട്ട് വർക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ച് അതിന് പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറച്ച് കലക്കുണ്ടാവും വെള്ളത്തിന്, കുറച്ച് ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ചെറിയ മറ്റേ കല്ലിൻ്റെ പൊടിയും പിന്നെ നമ്മുടെ ഫിൽറ്ററിലുള്ള എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൊടി എന്തിനുണ്ടാവും. അപ്പോൾ ആ പൊടി ഒന്ന് സെറ്റായി വരണം. പൊടിയും ആ കലക്കൊന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ സംഭവം പിന്നെ ഫ്രഷ് വെള്ളം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ വെള്ളം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഫിൽറ്ററൊക്കെ ഓണാക്കി സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ സെറ്റാണ്.
അപ്പോൾ ഞങ്ങൾ കാണിക്ക് വേണ്ടി മാത്രം ഫിൽറ്റർ ഓൺ ആക്കിയിരിക്കുന്നില്ലേ. വാട്ടർ കേബേജും നമ്മുടെ പ്ലാന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഓൺ ആക്കാറില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.